1,00,000 രൂപ സേവ് ചെയ്യാനുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞു തരട്ടെ. പ്രവാസികൾ നാട്ടിൽ പോകുമ്പോൾ വെക്കേഷൻ പോകുമ്പോൾ അവർ കൃത്യമായിട്ട് ഒരു ബഡ്ജറ്റൊക്കെ ആയിട്ടാണ് പോവുക. എത്ര രൂപയൊക്കെയാണ് നാട്ടിൽ ചിലവഴിക്കുക. ഇതിനെ താളം തെറ്റിക്കുന്ന ഒരു കാര്യമാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്ത് ചെക്കപ്പ് സാധാരണ ഒരു മിഡിൽ ക്ലാസ് പ്രവാസികളൊക്കെ നാട്ടിൽ പോയിട്ട് നടത്താറുണ്ട്. ഫുൾ ഹെൽത്ത് ചെക്കപ്പ് നടത്താറുണ്ട്. അപ്പോൾ ഇവർക്ക് ഒരു 1,00,000 രൂപ സേവ് ചെയ്യാനുള്ള ഒരു ഐഡിയ ഞാൻ പറഞ്ഞു തരട്ടെ. അതായത് ഹെൽത്ത് ചെക്കപ്പ് നടത്തുമ്പോൾ നമുക്ക് സാധാരണ ഒരു മിഡിൽ ക്ലാസ് പ്രവാസിക്ക് കണ്ടെത്താൻ സാധ്യതയുള്ള ഒരു അസുഖം കിഡ്നി സ്റ്റോൺ ആണ്. കാരണം പ്രവാസം എന്ന് പറയുന്നത് ഹോട്ട് റീജിയൻ ആയതുകൊണ്ട് നമ്മളിവിടെ സാധാരണ എല്ലാവർക്കും അല്ലെങ്കിൽ ഒരു ഒട്ടുമിക്ക ആളുകൾക്കും വരാനുള്ള ഒരു അസുഖമാണ് കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് കവർ ചെയ്യണമെങ്കിൽ നമ്മുടെ വെള്ളം കൂടി ശീലം ഒന്ന് മാറ്റിയാൽ മതി. നമ്മൾ ഡോക്ടറുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കിഡ്നി സ്റ്റോണിന് സാധാരണ ഡോക്ടേഴ്സ് യൂസ് ചെയ്യാറുള്ള ഒരു മെഡിസിൻ എന്ന് പറയുന്നത് സോഡിയം ബൈകാർബണേറ്റ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂത്രത്തിൻ്റെ pH ലെവൽ വർദ്ധിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ആൽക്കലൈൻ ആക്കാനുള്ള ഒരു മെഡിസിനാണ് നമുക്ക് തരാറുള്ളത്. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് ആൽക്കലൈൻ ആയിട്ടുള്ള വെള്ളം കുടിച്ചാൽ മതി. അപ്പോൾ ഒരു വാട്ടർ പ്യൂരിഫയർ യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ആൽക്കലൈൻ കാറ്ററേജ് കൂടി ആഡ് ചെയ്യാൻ വേണ്ടി പറയണം. അപ്പോൾ ഇങ്ങനെ സംശയമുള്ള ആളുകൾ, ഈ കിഡ്നി സ്റ്റോണുമായി ബന്ധപ്പെട്ട് സംശയമുള്ള ആളുകൾ, അത് യൂറിക് ആസിഡ് വഴിയുള്ള കിഡ്നി സ്റ്റോൺ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ആൽക്കലൈനിറ്റി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ, മൂത്രത്തിൻ്റെ ആൽക്കലൈനിറ്റി വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് തന്നെ ക്യൂറായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്കുള്ള ഏറ്റവും നല്ല ഒരു മെഡിസിനാണ്, ഒരു പ്രിവെൻറ്റീവ് മെഡിസിനാണ് ഈ ആൽക്കലൈനിറ്റി കൂടുതലുള്ള വെള്ളം ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ ആ അസുഖം മാറിക്കിട്ടുന്നതോടുകൂടിയിട്ട് അതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയും ഓപ്പറേഷന് വേണ്ടിയൊക്കെ ചിലവാക്കാനുള്ള ആ 1,00,000 രൂപ നമുക്കിങ്ങനെ സമ്പാദിച്ചു വെക്കാം.